ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണവുമായി യമനിലെ ഹൂതികൾ എത്തി. സെൻട്രൽ ഇസ്രായേലിന് നേരെയാണ് ആക്രമണം നടന്നത്. അൽ ജസീറയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായ കാര്യം റിപ്പോർട്ട് ചെയ്തത്. തിങ്കളാഴ്ച ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയെന്ന് ഹൂതികളുടെ വക്താവായ യാഹ്യ സരിയാണ് പറഞ്ഞത്. ഗാസ മുനമ്പിൽ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേൽ നടപടിക്കെതിരെയാണ് ഈ ആക്രമണമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം യമനിൽ നിന്നുള്ള ഹൂതികളുടെ ഈ മിസൈൽ ആക്രമണത്തെ തങ്ങൾ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നാണ് ഇസ്രായേൽ അധികൃതർ പറയുന്നത്. മിസൈൽ ആക്രമണം സംബന്ധിച്ച് കൃത്യമായ സമയത്ത് തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ആക്രമണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ സൈന്യം ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ ഇസ്രായേലിനെതിരെ നിരന്തരമായ സൈനിക നടപടികൾ തുടരുമെന്ന് ഹൂത്തികൾ പറയുന്നു. പലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇത്തവണ ആക്രമണം നടത്തിയതെന്ന് ഹൂത്തി സൈനിക വക്താവായ യാഹ്യ സരി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു വർഷത്തിലേറെയായി ഗാസയിലെ 45,000-ലധികം ആളുകളെ കൊലപ്പെടുത്തിയ ഇസ്രയേലിൻ്റെ കൂട്ടക്കൊലകൾക്ക് മറുപടിയായാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഹൂത്തികൾ പറയുന്നു. ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടെന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നത്. കഴിഞ്ഞയാഴ്ച ടെൽ അവീവിനടുത്തുള്ള യാവ്നെ നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ ഹൂത്തികളുടെ ഡ്രോൺ പതിച്ചിരുന്നു. നവംബർ 27-ന് ലെബനോണിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ആക്രമണം നിരന്തരം തുടരുകയാണ്. ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നതിന് പുറമെ ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യമെന്ന പേരിൽ ചെങ്കടലിലും ചുറ്റുമുള്ള കപ്പലുകളിലും ഹൂത്തികൾ ആക്രമണവും നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഗാസയിൽ UN നടത്തുന്ന സ്കൂളിന് നേരെ വീണ്ടും ആക്രമണവുമായി ഇസ്രായേൽ എത്തി. തെക്കൻ ഗാസയിലെ സ്കൂളിന് നേരെയാണ് ഇത്തവണ ആക്രമണമുണ്ടായത്. 20 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ബെയ്ത്ത് ഹാരൂൺ, ഡെയൽ ഓഫ് ബലാഹ്, നസ്രേത്ത് തുടങ്ങിയ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 60 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 40,028 പേരാണ് ഇന്നുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 1,06,962 പേർക്കാണ് ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. ഒക്ടോബർ 7-ന് ശേഷം നടന്ന ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്.